ഒരു പുതുമയുമില്ലാത്ത ഒരു സ്ഥിരം ത്രില്ലർ കഥ. ഇതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓസ്ലർ എന്ന സിനിമ. ആകെയുള്ള പുതുമ മമ്മൂട്ടി ഈ സിനിമയിൽ ഉണ്ട് എന്നറിയാതെ ആദ്യമായി കാണാൻ വന്ന പ്രേക്ഷകർക്ക് മമ്മൂട്ടിയെ കണ്ടപ്പോഴുള്ള പുതുമ മാത്രമായിരിക്കും. ബാക്കിയൊക്കെ സ്ഥിരം ഏർപ്പാട് തന്നെയാണ്. ഓസ്ലർ സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നല്ലവനായ സീരിയൽ കില്ലറുടെ കരളിലിരിക്കുന്ന ഒരു പാസ്റ്റ്, ഒരാവശ്യവുമില്ലാതെ ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി കില്ലർ കാണിക്കുന്ന ഓരോ വിക്രിയകൾ, തുടക്കത്തിൽ വേറൊരു സൈക്കോ വില്ലനെ കാണിക്കൽ, ഇതൊക്കെ ഏതാണ്ട് അഞ്ചാം പാതിരിയുടെ അതേ ഒരു ട്രാക്ക് പിടിക്കാൻ നോക്കിയ പോലെയാണ് തോന്നിയത്. എന്നിരുന്നാലും തുടക്കം അത്യാവശ്യം എൻഗേജിംഗ് ആയിരുന്നു. പേഴ്സണൽ ട്രാജഡി കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന നായകൻ, ആ നായകന് മുന്നിൽ വന്നു ചേരുന്ന ഒരു കുറ്റാന്വേഷണ ചുമതല, നായകന് കുടുംബം നഷ്ടമാകുന്നത് കാണിക്കുന്നതും വില്ലന്റെ ഓർമ്മയില്ലായ്മയും ഒക്കെ കണ്ടപ്പോൾ കൊള്ളാം, നല്ല തുടക്കം എന്ന് തോന്നിയെങ്കിലും മുന്നോട്ട് പോകുന്തോറും സിനിമ മോശമായിക്കൊണ്ടിരുന്നു. ജയറാമിന്റെ കഥാപാത്രത്തിന് ഇൻസോംനിയ ആണെന്ന് പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് ഹാലുസിനേഷന്റെ ഭാഗമായി ഓരോ എക്സോട്ടിക് ജീവികളെ കാണിക്കുന്നതും ഒഴിച്ചാൽ ഈ ഇൻസോംനിയുടേതായ ഒരു അഭിനയ സാധ്യതയും സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. ചുമ്മാ ഒരു ഗുമ്മിന് ഇൻസോംനിയ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത പോലെ. കേസന്വേഷണത്തിനിടയ്ക്ക് ഈ ഇൻസോംനിയയുടെ കാര്യം ജയറാമും മറക്കും, നമ്മളും മറക്കും. ഇൻസോംനിയ എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലറിലും നായകൻ ഇൻസോംനിയാണ്. പക്ഷെ ആ സിനിമ കാണുന്ന നമ്മൾക്ക് അത് കൃത്യമായി അനുഭവിച്ചറിയാൻ പറ്റുന്ന പോലെയാണ് ആ സിനിമയിൽ നായകൻ ആ അവസ്ഥ കാണിക്കുന്നത്. ഇവിടെ ജയറാമിന്റെ കഥാപാത്രം ഒരു സാമട്ടാണ്, അതായത് ഗംഭീര അഭിനയമൊന്നുമില്ല, ഒരു ഒഴുക്കൻ മട്ട്. ഇനി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലേക്ക് വരാം. പ്രതികാരമാണ് അലക്സാണ്ടറിനെ സീരിയൽ കില്ലറാക്കുന്നത്. പക്ഷെ അലക്സാണ്ടർ കൊല്ലുന്നത് നിരപരാധികളെയാണ്, അത് പോട്ടെ എന്ന് വെക്കാം. എന്നാൽ സിനിമയിൽ അലക്സാണ്ടറിന് ഒരു വീരപരിവേഷമാണ്. കേസ് അന്വേഷിക്കുന്ന നായകന് വരെ ആരാധന തോന്നുന്ന പോലെയാണ് ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ഛന്മാർ ചെയ്ത തെറ്റിന് മക്കളെ കൊല്ലുന്ന ഒരു സൈക്കോ എങ്ങനെയാണ് ഒരു കേസ് അന്വേഷകനിൽ ആരാധന ഉണ്ടാക്കുക? എല്ലാ അച്ഛന്മാർക്കും മക്കൾ മരിച്ചാൽ വലിയ വിഷമമായിരിക്കും എന്നൊരു പൊതുധാരണയിൽ പ്രവർത്തിക്കുന്ന അപകടകാരിയായ ഒരു മണ്ടനാണ് അലക്സാണ്ടർ സത്യത്തിൽ. ഉദാഹരണത്തിന് ആ കള്ളുകുടിയൻ അറ്റൻഡറുടെ കാര്യം, അയാളുടെ മകനെ കൊന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും വിഷമമുള്ളതായി തോന്നിയില്ല. ഈ അലക്സാണ്ടർ ക്ലൈമാക്സിൽ ബോണ്ട് റെസിഡ്യൂ എന്നൊക്കെ മാസായി പറഞ്ഞു പോകുന്നുണ്ട്. ഈ ബോണ്ട് റെസിഡ്യൂവിന്റെ കാര്യവും റിപ്പോർട്ടും ഒക്കെ വായിച്ച് തന്റെ പ്രതികാരത്തിനിടയിൽ പാവം കുറ്റാന്വേഷകനെയും ഒന്ന് സഹായിച്ചേക്കാം എന്ന് കരുതുന്ന ഒരു നല്ല മനസ്സുകൂടി അലക്സാണ്ടർക്കുണ്ട് എന്നത് മറന്നുപോകരുത്. അലക്സാണ്ടർ പ്രതികാരം ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ്. എന്തായാലും മരണം ഉറപ്പാക്കുന്ന ഇങ്ക് വരെ കയ്യിലുള്ളയാൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്, ഇടയ്ക്ക് വേറൊരാളുടെ പേര് മാറ്റി അലക്സാണ്ടർ ആക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പ്ലോട്ട് ഒന്ന് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആക്കുക. കുറ്റാന്വേഷകന് തന്നെ പിടിക്കാനുള്ള തുമ്പുകൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ഇനി സൈജു കുറുപ്പിന്റെ കഥാപാത്രത്തിലേക്ക് വരാം. സൈജു കുറുപ്പിനോട് തെറ്റ് ചെയ്ത ഒരേ ഒരാൾ ജഗദീഷിന്റെ കഥാപാത്രമാണ്. എന്നാൽ സൈജു കുറുപ്പ് കൊല്ലുന്നതോ താനുമായി ഒരു ബന്ധവുമില്ലാത്ത കുറെ നിരപരാധികളെയും. അങ്ങനെ കൊല്ലാൻ ഒരു സൈക്കോയ്ക്ക് മാത്രമേ കഴിയൂ. സത്യം പറഞ്ഞ ശബ്ദം പോയ ആ കഥാപാത്രത്തിന് അതിലും വലിയ ഈ കുടുക്കിൽ ചെന്ന് ചാടിക്കേണ്ട വല്ല ആവശ്യവും അലക്സാണ്ടറിനുണ്ടായിരുന്നോ? ഇനി ജഗദീഷിന്റെ കഥാപാത്രത്തിലേക്ക് വന്നാൽ ഓട്ടിയിൽ വെച്ച് സർജറി കഴിഞ്ഞ് തുന്നിക്കെട്ടിയ മുറിവിലേക്ക് വീണ്ടും കുത്താൻ, അത് മറ്റുള്ളവർ നോക്കി നിൽക്കെ കുത്താനൊക്കെ ഒരു ഡോക്ടർ ശ്രമിക്കുമോ? എത്ര വലിയ വില്ലനായാലും. കഥ എഴുതിയത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാലും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? തെറ്റ് ചെയ്യുന്നവർ പൊതുവെ രഹസ്യമായല്ലേ അത് ചെയ്യുക. ഇനി ഫ്ലാഷ് ബാക്ക് എടുത്താൽ കുറച്ചധികം നീണ്ടുപോകുന്ന ഒരു ക്ലിഷേഡ് ഫ്ലാഷ് ബാക്ക് തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. കില്ലറിന്റെ മോട്ടീവ് ഒക്കെ അറിയുമ്പോൾ തുടർന്ന് കാണാനുള്ള ഇൻട്രസ്റ്റും പോകുന്നുണ്ട്. മാക്സിമം ഷഫിൾ ചെയ്ത് ഒരു കയോസ് ഉണ്ടാക്കി ഒടുവിൽ അത് റിസോൾവ് ചെയ്യുന്ന ഒരു രീതിയാണ് തിരക്കഥയ്ക്കുള്ളത്. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു ഇല്യൂഷൻ സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡയലോഗ്സും മോശമായാണ് തോന്നിയത്. ഉദാഹരണത്തിന് ആദ്യം ഓസ്ലർ മകളോട് പരീക്ഷത്തിന്റെ കഥ പറയുമ്പോൾ ജലാശയം എന്ന വാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു അച്ഛൻ ഒരു മകളോട് കാഷ്വലായി കഥ പറയുന്ന ഒരു ടോൺ അല്ല നൽകുന്നത്. അതുപോലെ ഡയലോഗ്സിലൂടെ എന്തൊക്കെയോ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് എന്നാൽ അതൊക്കെ നാടകീയമായി പോയ പോലെയും തോന്നി. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജിൽ വെച്ച് മാലാപാർവതിയുടെ പ്രൊഫസർ കഥാപാത്രത്തോട് കുറ്റാന്വേഷകനായ ജയറാമിന്റെ കഥാപാത്രം ഈ കടാവറുകൾക്കെല്ലാം ഒരു കഥ പറയാനുണ്ടാകും എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ഇതിപ്പോ എന്നോട് എന്തിനാ പറയുന്നത്, അതിനിപ്പോ ഞാൻ എന്ത് വേണം എന്ന ഡയലോഗാണ് ഓർമ്മ വന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ ജയറാമിന്റെ കൂടെയുള്ളവർ, അതായത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അത്ര പോരാൻ തോന്നി. ഒരു സീനിൽ ജഗദീഷിന്റെ കഥാപാത്രത്തെ കില്ലർ വന്ന് കിഡ്നാപ്പ് ചെയ്യാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ടാസ്ക് ഓസ്ലറിന്റെ കൂടെയുള്ള ആ പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ സിമ്പിളായി ചെയ്യേണ്ട കാര്യം പേഷ്യന്റ് ഉള്ള ആ റൂമിലേക്കുള്ള എല്ലാ വാതിലുകളും വാച്ച് ചെയ്യുക എന്നതാണ്. എന്നാൽ അതുപോലും ചെയ്യണമെന്ന് ചിന്തിക്കാത്ത അത്രയും കഴിവ് കെട്ടവരാണോ കേരള പോലീസ്, അതും ഇത്രയും ജനശ്രദ്ധ നേടിയ ഒരു കേസിൽ. കുറെ മെഡിക്കൽ ടേംസ്, മോഡസ് ഒപ്പറാൻഡിയിൽ ഉപയോഗിച്ച മെഡിക്കൽ വൈദഗ്ധ്യം, ഇതൊക്കെയാണ് പിന്നെയും സിനിമയിൽ ഒരു വെറൈറ്റിയായി തോന്നിയത്. അപ്പൊ എന്താണ് ഓസ്ലർ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.